ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ ഒരു കൊച്ചു വീഡിയോ നമ്മൾ ചെയ്യാൻ പോകുന്നത് വേറെ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്ത് വീട്ടിൽ നിന്ന് ഞാൻ കൊളപ്പള്ളി ഭാഗത്തേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ഈ ബിരിയാണി സെൻറ്ററിൻ്റെ ഒക്കെ എതിർവശമായിട്ട് ഒരു ചേട്ടൻ ചെറിയ ചെറിയ ഐറ്റംസൊക്കെ ഉണ്ടാക്കണ കണ്ടു. ചൂരിലോണ്ട് കുറച്ച് വെറൈറ്റി ഒരു സാധനം ഉണ്ടാക്കാൻ കണ്ടു. കുറച്ച് ദിവസം പാസങ്ങൾ ഞങ്ങൾ കാണുന്നു, പക്ഷേ ഞങ്ങൾ ഇന്നൊന്ന് കണ്ടിട്ട് അതൊന്ന് വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് കണ്ടില്ല, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കുറേ ഇങ്ങനെ എന്തൊക്കെയാ പറയുക, ബോക്സ്, പിന്നെ വെറൈറ്റി ഡിസൈൻസുള്ള ബോക്സ്, അതേപോലെ ചെറിയ ചെറിയ കൊട്ടകൾ, പിന്നെ നമ്മൾ ഈ മുസ്ലിംസൊക്കെ നമുക്ക് മുട്ടായി കൊടുക്കലും കുടുംബങ്ങളിലൊക്കെ നമ്മൾ ഹാമ്പേഴ്സൊക്കെ കൊടുക്കുമല്ലോ, അങ്ങനത്തെ ഓരോന്ന് ആ മുട്ടായി വെക്കുന്ന അങ്ങനത്തെ ഒരു കൊട്ട ഉണ്ടല്ലോ, അങ്ങനത്തെ സെറ്റപ്പുള്ള കുറച്ച് കൊട്ടകൾ. ആ ചേട്ടൻ വെറൈറ്റി ഉള്ള സാധനങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചേട്ടൻ ആന്ധ്രയിലുള്ള ചേട്ടനാണ്. ചോദിച്ചപ്പോൾ ഇത് ജമ്മു കാശ്മീരിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു ചൂരലാണെന്നാണ് പറഞ്ഞത്. ഇവിടെ കിട്ടില്ല എന്നാണ് ചേട്ടൻ പറഞ്ഞത്. ഭയങ്കര ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ചൂരലാണത്. കാരണം അത് പല ഷെയ്ഡ്സിലുണ്ട്. കാരണം ചോദിച്ചപ്പോൾ അത് പോളിഷ് ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത്. അതൊരു ആ ചൂരലിൻ്റെ കളറോ പിന്നെ അതിൻ്റെ ഒരു ഡാർക്ക് കളറായിട്ടൊക്കെ ഇങ്ങനെ രണ്ട് കോമ്പിനേഷനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് അതിന് പോളിഷും കാണലൊക്കെ ചെയ്യുന്നുണ്ടാണ് പറഞ്ഞത്. ഇപ്പോൾ ആ ചേട്ടൻ അവിടെ ഒരു ചെറിയ ഐറ്റംസ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് ഇത് എന്താ ഉണ്ടാക്കണം ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ഫൈനലായിട്ട് കാണിച്ചു തരാം എന്നാണ് പറഞ്ഞത്. ആൾ കുറച്ച് ചൂടനാണ്. അപ്പോൾ പിന്നെ നമുക്ക് ലാംഗ്വേജ് വെച്ച് മനസ്സിലാവാത്ത പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം റേറ്റും കാണലൊക്കെ വരുന്നുണ്ട്. പല റേറ്റിന് വരുന്നുണ്ട്. നമ്മൾ വിചാരിക്കും പോലെ ചെറിയ റേറ്റിനൊന്നല്ല, ഭയങ്കര റേറ്റിൻ്റെയും വരുന്നുണ്ട്. അത് ഓരോന്ന് വർക്കിൻ്റെ അനുസരിച്ചിട്ടായിരിക്കാം. കാരണം ഇത്രയും ഇത് ചെയ്യണം പറഞ്ഞു കഴിഞ്ഞാൽ അത് നോട്ടിട്ടുള്ള ഒരു ഈസി ജോബേ അല്ല. പക്ഷെ നമുക്ക് എന്തായാലും ഒന്ന് വീഡിയോ കണ്ടു നോക്കാം. അപ്പോൾ ആ ചേട്ടനത്ത് സംസാരിച്ചപ്പോൾ ഒരു ദിവസം മെയിൻ ഇങ്ങനത്തെ വലിയ ഐറ്റംസൊക്കെ ഒരു ദിവസം ഒന്നേ ഉണ്ടാവുള്ളൂ. കാരണം ഭയങ്കര ടൈം എടുക്കുന്ന പ്രോസസ്സാണെന്ന് പറഞ്ഞിരുന്നത്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഈ കാണുന്ന ഈ കുട്ടികൾക്ക് ഏകദേശം 3000 രൂപയൊക്കെ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ അങ്ങനെ വിചാരിക്കില്ല, പക്ഷേ ഏകദേശം 3000 രൂപ കാണലൊക്കെ ഇതിന് വരുന്നുണ്ട്. അതെപ്പോഴും ഇങ്ങനെ കണ്ടില്ലേ, പല ഡിസൈൻസിലുള്ള ചെറിയ ബാസ്ക്കറ്റ് കാണലൊക്കെ കുറേ കൊട്ട കുറേ ഉണ്ട്. അപ്പോൾ ഒരു ദിവസം ഏകദേശം ഒന്നേ ഉണ്ടാക്കുള്ളൂ എന്നാണ് പറഞ്ഞത്. കാരണം വലിയ സാധനങ്ങളൊക്കെ ഒരു ദിവസം ഒന്നേ ഉണ്ടാക്കുള്ളൂ. പിന്നെ ചേട്ടൻ നേരത്തെ പറഞ്ഞ ആന്ധ്രാപ്രദേശിന് ലൊക്കേഷൻ വരുന്നത്. അതേപോലെ തന്നെ ചേട്ടൻ ഇവിടെ വന്നിട്ട് ഏകദേശം 3 മാസത്തോളമായി എന്നാണ് പറഞ്ഞത്. ഇവിടെ തന്നെയുണ്ട് താമസം. ഈ ടെൻറ്റിൽ തന്നെയാണ് താമസം ചാനലൊക്കെ ഉള്ളത്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കുള്ളൊരു പണിയാണ്. കാരണം ഇതിങ്ങനെ എടുക്കുക പറഞ്ഞാൽ അത് അത്ര എളുപ്പമല്ല. കാരണം അല്ലേ, ഈ കൊട്ടയെ കണ്ടില്ല, ഭയങ്കര ഭംഗിയുള്ള കൊട്ടയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള റേറ്റും കാണലൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ കൊട്ടയെ കാണലൊക്കെ പോളിഷും കാണലൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ ഏകദേശം ഇന്നത്തേക്ക് കഴിയില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇപ്പോൾ കുറച്ച് മുന്നേ ഇരുന്നിട്ടേ ഉള്ളൂ, വൈകുന്നേരം ആവും, ഇല്ലെങ്കിൽ നാളത്തേക്ക് ആവുള്ളൂ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതേപോലത്തെ ഒരു വെറൈറ്റി ആ ചേട്ടൻ അങ്ങനെ ചെയ്യുമ്പോൾ ഓരോ ഐഡിയ വരും. അതിനനുസരിച്ചാണ് ബാസ്ക്കറ്റ് ഞങ്ങൾക്ക് ഡിസൈൻ ചെയ്യുന്നത് പറഞ്ഞത്. അപ്പോൾ എന്താ പറയുക, ഇതൊരു ഭയങ്കര ചെറിയൊരു വീഡിയോ നമ്മൾ കാണുമ്പോൾ കാണിക്കാൻ തോന്നിയുകൊണ്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തത്. സോ നമുക്ക് ഇതേപോലത്തെ ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.